ഗുഡ് മോർണിംഗ് ഓൾ. വെൽക്കം ടു ദക്ഷിണ ലേണിംഗ്സ്. ദക്ഷിണ ലേണിംഗ്സിന്റെ ഡെയിലി ന്യൂസ് ഡെസ്കിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ പ്രധാനപ്പെട്ട ഹെഡ്ലൈൻസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, ബ്രിക്സ് ഹാസ് നോ പ്ലാൻ ഫോർ ആൻ ഓൾട്ടർനേറ്റീവ് കറൻസി. അതായത് ഇത്തവണത്തെ റിയോ ബ്രിക്സ് സമ്മിറ്റിന്റെ ഫോക്കസ് ഏരിയാസ് എന്തൊക്കെയാണ്, അതേപോലെ തന്നെ എന്താണ് ബ്രിക്സ് തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഫസ്റ്റ് എഡിറ്റോറിയൽ നോക്കുന്നത്. ആൻഡ് സെക്കൻഡ് വൺ, വാട്ട് ആർ ദ ലെസൺസ് ഫ്രം തെലങ്കാന ബ്ലാസ്റ്റ്. അതായത് തെലങ്കാനയിലെ ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രിയിൽ റീസെന്റ് എക്സ്പ്ലോഷൻ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. സോ ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രിയുടെ കാര്യത്തിൽ നമ്മൾ എത്രത്തോളം ക്വാളിറ്റി ആൻഡ് സേഫ്റ്റിയാണ് അഷ്യൂർ ചെയ്യേണ്ടത് തുടങ്ങിയ കാര്യങ്ങളാണ് ആ ഒരു എഡിറ്റോറിയൽ നമ്മൾ നോക്കുന്നത്. ആൻഡ് തേർഡ് വൺ, വൈ ഇസ് മഹാരാഷ്ട്ര ഡിബേറ്റിംഗ് ഓവർ ഹിന്ദി. അതായത് മഹാരാഷ്ട്ര സ്റ്റേറ്റ് ഗവൺമെന്റ് ഹിന്ദി അവരുടെ പ്രൈമറി എഡ്യൂക്കേഷൻ ക്ലാസ്സുകളിൽ തേർഡ് ലാംഗ്വേജ് ആയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീട് ആ ഓർഡേഴ്സ് അവർ പിൻവലിക്കുകയും ചെയ്തിട്ടുണ്ടായി. സോ എന്തുകൊണ്ടാണ് ലാംഗ്വേജ് ഇത്രത്തോളം ഒരു പൊളിറ്റിക്കൽ ടൂൾ ആയിട്ട് മാറുന്നത് എന്നുള്ളതാണ് ആ ഒരു എഡിറ്റോറിയൽ നമ്മൾ കാണുന്നത്. ആൻഡ് ഫോർത്ത് വൺ, വാട്ട് ആർ ദ പ്രോസ് ആൻഡ് കോൺസ് ഓഫ് ദ ELI സ്കീം. അതായത് എംപ്ലോയ്മെന്റ് ലിങ്ക് ഇൻസെന്റീവ് സ്കീംസ് എന്താണ്, അതിന്റെ ഒബ്ജക്റ്റീവ്സ്, പ്രോസ് ആൻഡ് കോൺസ് തുടങ്ങിയ കാര്യങ്ങളാണ് ആ ഒരു ലാസ്റ്റ് ന്യൂസിൽ നമ്മൾ നോക്കുന്നത്. ഇനി ഓരോ ആർട്ടിക്കിൾസും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കിപ്പോവാം. സോ ഫസ്റ്റ് വൺ, ബ്രിക്സ് ഹാസ് നോ പ്ലാൻ ഫോർ ആൻ ഓൾട്ടർനേറ്റീവ് കറൻസി. അതായത് ഇത്തവണ റിയോയില് ബ്രിക്സ് സമ്മിറ്റ് നടക്കുകയാണ്. കൂടുതലും ഇന്ത്യ ആഗ്രഹിക്കുന്നത് ഈ പറയുന്ന പഹൽഗാം അറ്റാക്കിന് ശേഷം ആന്റി ടെററിസം കൂടുതലും ശക്തിപ്പെടുത്തണം. ആ ഒരു രീതിയിൽ ഇന്ത്യക്ക് അനുകൂലമായ രീതിയിൽ ബാക്കി രാജ്യങ്ങളും നിലപാടെടുക്കും എന്നുള്ളതാണ് ഇന്ത്യയുടെ എക്സ്പെക്ടേഷൻ. അതേ കണക്ക് തന്നെ ക്ലൈമറ്റ് ഫൈനാൻസ്, AI റെഗുലേഷൻ, ഡിസീസ് പാർട്ണർഷിപ്പ് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ വളരെയധികം ഔട്ട്കംസ് നമ്മൾ ഇത്തവണ പ്രതീക്ഷിക്കുന്നുണ്ട്. അതേപോലെ ന്യൂവർ മെമ്പേഴ്സായ ഈജിപ്റ്റ്, UAE, ഇറാൻ അവരൊക്കെ UN സെക്യൂരിറ്റി കൗൺസിൽ റീഫോംസുമായിട്ട് ബന്ധപ്പെട്ട് പല കാര്യങ്ങളും ഇൻട്രൊഡ്യൂസ് ചെയ്യുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ബ്രിക്സ് ഇത്തവണ ഒരു കോമൺ കറൻസി കാര്യങ്ങളൊന്നും തന്നെ പ്ലാൻ ചെയ്യുന്നില്ല. കൂടുതലും അവർ ലോക്കൽ കറൻസി ട്രേഡ് ശക്തിപ്പെടുത്താനുള്ള തീരുമാനങ്ങളുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ആൻഡ് ഇന്ത്യ ബ്രസീൽ ബൈലാറ്ററൽ ബൂസ്റ്റ്. അതായത് ഇത്തവണ നമ്മൾ ഡിഫൻസ്, അഗ്രികൾച്ചർ, എനർജി, ഫാർമ, AI, ഡിജിറ്റൽ കോർപ്പറേഷൻ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ വളരെയധികം സൗത്ത് കൊലാബറേഷനും എക്കോണമിക് എൻഗേജ്മെന്റും ഒക്കെ നമ്മൾ ഇത്തവണ വളരെയധികം ബൂസ്റ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് പ്രിലിംസിന്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോൾ ബ്രിക്സ് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. ബ്രിക്സ് എന്ന് പറയുന്ന ഒറിജിനലി ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, സൗത്ത് ആഫ്രിക്ക തുടങ്ങിയ നേഷൻസിന്റെ ഒരു ഗ്രൂപ്പ് ആയിരുന്നു. സോ 2024-25 ന്യൂ ജോയിനേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു. ഈജിപ്റ്റ്, എത്യോപ്യ, ഇറാൻ, UAE, ഇന്തോനേഷ്യ തുടങ്ങിയ രാജ്യങ്ങളും ഇപ്പോൾ ബ്രിക്സിന്റെ ഭാഗമായിട്ടുണ്ട്. സോ 45% വേൾഡ് പോപ്പുലേഷനെ മൊത്തത്തിൽ കവർ ചെയ്യുന്നുണ്ട്. അതേ കണക്കന്നെ 35% ഗ്ലോബൽ GDP ഈ പറയുന്ന ബ്രിക്സ് കൺട്രീസിലാണ്. സോ നെക്സ്റ്റ് എന്താണ് ഈ പറയുന്ന ന്യൂ ഡെവലപ്മെന്റ് ബാങ്ക്. അതായത് 2015 ബ്രിക്സിന്റെ ഭാഗമായിട്ട് സെറ്റപ്പ് ചെയ്തിട്ടുള്ള ഒന്നായിരുന്നു ന്യൂ ഡെവലപ്മെന്റ് ബാങ്ക്. അതിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ഷാങ്ഹായിലാണ്. അതേപോലെ തന്നെ ഇൻഫ്രാസ്ട്രക്ചർ, സസ്റ്റൈനബിൾ പ്രോജക്റ്റ്, എമർജിംഗ് എക്കോണമീസിൽ വളരെയധികം ഫണ്ടുകൾ റൈസ് ചെയ്യുക എന്നുള്ളതായിരുന്നു ഈ പറയുന്ന ന്യൂ ഡെവലപ്മെന്റ് ബാങ്കിന്റെ മേജർ ഒബ്ജക്റ്റീവ്. സോ എന്താണ് ഈ പറയുന്ന ലോക്കൽ കറൻസി ട്രേഡ് കോൺസെപ്റ്റ്. അതായത് രാജ്യങ്ങൾ അവരുടെ സ്വന്തം കറൻസി ഉപയോഗിച്ചുകൊണ്ട് തന്നെ ട്രേഡ് നടത്തുക എന്നുള്ളതാണ് ആ ഒരു ലോക്കൽ കറൻസി ട്രേഡ് കോൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുവഴി നമുക്ക് US-ന്റെ ഡോളർ ഡിപ്പെൻഡൻസ് വളരെയധികം കുറയ്ക്കാൻ പറ്റും. ഈ പറഞ്ഞ ട്രാൻസാക്ഷൻ കോസ്റ്റ് നമുക്ക് കുറയ്ക്കാൻ പറ്റും. സോ അങ്ങനെയാകുമ്പോൾ US-ന്റെ മോണിറ്ററി പോളിസി ആയാലും ഈ പറഞ്ഞ ഡോളറിന്റെ ഫ്ലക്ച്വേഷൻസ് ആയാലും ഒക്കെ ബാക്കി രാജ്യങ്ങളെ അഫക്ട് ചെയ്യാതിരിക്കാനുള്ള സാധ്യതയും അല്ലെങ്കിൽ അഫക്ട് ചെയ്യാതിരിക്കാനും നമ്മളുടെ ഈ ഒരു പോളിസി കൊണ്ട് സാധിക്കും. ദെൻ എന്താണ് ഈ പറഞ്ഞ മെർക്കോസർ റീജിയണൽ ഗ്രൂപ്പിംഗ്. അതായത് സൗത്ത് അമേരിക്കൻ ബ്ലോക്ക് ആണ് ഈ പറയുന്ന മെർക്കോസർ. 1991 അത് ഫോം ചെയ്തിട്ടുണ്ടായിരുന്നത്. മെമ്പേഴ്സ് എന്ന് പറയുന്നത് അർജന്റീന, ബ്രസീൽ, പാരഗ്വേ, ഉറുഗ്വേ, ബൊളീവിയ തുടങ്ങിയ രാജ്യങ്ങളാണ്. വെനസ്വേലയെ റീസെന്റ് സസ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഫ്രീ ട്രേഡ്, മൂവ്മെന്റ് ഓഫ് ഗുഡ്സ്, അതേണക്ക് തന്നെ പീപ്പിൾ, ക്യാപിറ്റൽ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ്. അതായത് സൗത്ത് അമേരിക്കൻ ബ്ലോക്കിൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ് മെർക്കോസർ ഗ്രൂപ്പിംഗിന്റെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്. ആൻഡ് മെയിൻസിന്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോൾ GS2-ലും GS3-ലും ഈ ഒരു എഡിറ്റോറിയൽ വളരെയധികം ഹെൽപ്ഫുൾ ആണ്. കാരണം ഇന്ത്യസ് എൻഗേജ്മെന്റ് ഇൻ ബ്രിക്സ് ആൻഡ് സൗത്ത് കോർപ്പറേഷൻ, ബ്രിക്സ് സ്റ്റാൻഡ്സ് ഓൺ ടെററിസം ആൻഡ് ഇന്ത്യസ് ഡിപ്ലോമാറ്റിക് ലിവറേജ്, ബ്രിക്സ് പുഷ് ഫോർ ലോക്കൽ കറൻസി ട്രേഡ് ആൻഡ് ഇംപ്ലിക്കേഷൻ ഫോർ ഡോളറൈസേഷൻ. ഇത്രയും ടോപ്പിക്കുകളിൽ ഈ ഒരു എഡിറ്റോറിയൽ വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. ആൻഡ് സെക്കൻഡ് വൺ, വാട്ട് ആർ ദ ലെസൺസ് ഫ്രം തെലങ്കാന ബ്ലാസ്റ്റ്. അതായത് തെലങ്കാനയിലെ ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രിയിൽ ഈ റീസെന്റ് ഒരു എക്സ്പ്ലോഷൻ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. സോ നമ്മൾ എന്തൊക്കെ ക്വാളിറ്റി ആൻഡ് സേഫ്റ്റി അഷുറൻസ് ആണ് ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രിയുടെ കാര്യത്തിൽ എടുക്കേണ്ടത്, ആ ഒരു കാര്യങ്ങളാണ് ഈ ഒരു എഡിറ്റോറിയൽ നമ്മൾ കവർ ചെയ്യുന്നത്.
ഇൻഡസ്ട്രിയൽ ഡിസാസ്റ്റർ ആൻഡ് റെഗുലേറ്ററി ഫെയിലുവർ, അതായത് ഹൈദരാബാദിൽ ഈ ഒരു ഇൻഡസ്ട്രിയിൽ ഡസ്റ്റ് എക്സ്പ്ലോഷൻ ആയിരുന്നു സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. എൻവയോൺമെന്റൽ സ്റ്റാൻഡേർഡ്സ് ഒന്നും തന്നെ കീപ്പ് ചെയ്തില്ല എന്നുള്ളതും ഈ പറയുന്ന ഖേദകരമായ വസ്തുതയാണ്. സോ എന്തുകൊണ്ടാണ് ഈ പറയുന്ന തെലങ്കാന ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രിക്ക് ഇത്രത്തോളം പേര് കേട്ടത്? ഇന്ത്യയുടെ 33% ഫാർമ പ്രൊഡക്ഷനും എക്സ്പോർട്ടും ഈ പറയുന്ന തെലങ്കാന സ്റ്റേറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. സോ ഇങ്ങനെ സ്മാളർ ഫേംസിൽ ഉണ്ടാകുന്ന റിക്കറിംഗ് ആയിട്ടുള്ള ആക്സിഡന്റ് വളരെയധികം സേഫ്റ്റി കൺസേൺസ് നമുക്ക് റൈസ് ചെയ്യുന്നുണ്ട്. അതേണക്ക് തന്നെ എൻവയോൺമെന്റൽ ഇമ്പാക്റ്റും അതേണക്ക് അർബൻ പ്ലാനിങ് ഇഷ്യൂസും വളരെയധികം ഇത് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. കാരണം പുവർ സോണിംഗ് ലോസ്, എൻക്രോച്ച്മെന്റ് ഓഫ് റെസിഡൻഷ്യൽ ഏരിയാസ്, ഫാർമസ്യൂട്ടിക്കൽ വേസ്റ്റ് പൊല്യൂഷൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ വളരെയധികം ഹെൽത്ത് റിസ്കുകൾ നമുക്ക് ഉണ്ടാക്കുന്നുണ്ട്. കാരണം ഈ ഒരു ഇൻഡസ്ട്രിയുടെ വേസ്റ്റ് മെജോറിറ്റി മൂസി റിവറിലും ഒക്കെയാണ് ഇവർ ഒഴുക്കി വിടുക. ഇത് വളരെയധികം ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് കൺസേൺസും ഹെൽത്ത് ഇഷ്യൂസും അതേണക്ക് തന്നെ എൻവയോൺമെന്റൽ ഇമ്പാക്റ്റും ഒക്കെ ഉണ്ടാക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ആൻഡ് പ്രിലിംസിന്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോൾ ഇൻഡസ്ട്രിയൽ ഡിസാസ്റ്റർ ടൈപ്സ് ഏതൊക്കെയാണെന്നുള്ളത് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. അതിൽ ഇവിടെ മേജർ ആയിട്ട് നമ്മൾ പറയുന്നത് ഡസ്റ്റ് എക്സ്പ്ലോഷൻ ആണ്. കാരണം ഡസ്റ്റ് എക്സ്പ്ലോഷൻ എന്ന് പറയുന്നത് ഡസ്റ്റ് പാർട്ടിക്കിൾസ് എയറിലേക്ക് വളരെയധികം രീതിയിൽ എക്സ്പ്ലോഡ് ചെയ്യുക എന്നുള്ളതാണ് ഡസ്റ്റ് എക്സ്പ്ലോഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് കൂടുതലും നമുക്ക് കാണാൻ കഴിയുന്നത് കോൾ മൈൻസ്, പൗഡർ ഇൻഡസ്ട്രീസ് തുടങ്ങിയവയൊക്കെയാണ്. അതേപോലെ തന്നെ ഇതിന്റെ മേജർ കോസ് എന്ന് പറയുന്നത് ഓവർ പ്രഷർ, അതിനൊക്കെ തന്നെ ഫ്ലൈയിങ് ഡെബ്രിസ്, സെക്കൻഡറി ബ്ലാസ്റ്റ് തുടങ്ങിയവയൊക്കെയാണ് ഈ ഒരു ഡസ്റ്റ് എക്സ്പ്ലോഷൻ കൂടുതലും ട്രിഗർ ചെയ്യുന്നത്. ആൻഡ് CSIR ലാബ്സും അതേണക്ക് അതിന്റെയൊക്കെ റോള് എത്രത്തോളമാണ് ഒരു ഇൻഡസ്ട്രിയുടെ കാര്യത്തിൽ പ്രാധാന്യമുള്ളത് എന്ന് നമുക്ക് നോക്കാം. CSIR ലാബ് എന്ന് പറയുന്നത് ഇന്ത്യയുടെ ടോപ്പ് മോസ്റ്റ് R&D ബോഡിയാണ്. അതേണക്ക് തന്നെ എൻവയോൺമെന്റ്, ഹെൽത്ത്, അഗ്രികൾച്ചർ, എനർജി, മൈനിങ് തുടങ്ങിയ കാര്യങ്ങളിലേക്ക് ഈ പറഞ്ഞ CSIR ലാബ്സ് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ടെക്നോളജിക്കൽ സൊല്യൂഷൻസും അതേണക്ക് തന്നെ സ്കിൽ ഡെവലപ്മെന്റ്സും കാര്യങ്ങളും ഒക്കെ CSIR ലാബ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി എന്താണ് മൈക്രോ ക്രിസ്റ്റലൈൻ സെല്ലുലോസ്? അതായത് ഫാർമ ടാബ്ലറ്റ്സിൽ നമ്മൾ റിഫൈൻഡ് ആയിട്ടുള്ള വുഡ് പൾപ്പുകൾ യൂസ് ചെയ്യാറുണ്ട് ബൈൻഡർ ആയിട്ട്. അതേണക്ക് തന്നെ ഫുഡ് അഡിക്റ്റീവ് ആയിട്ട്, ആന്റി കേക്കിംഗ്, ഫാറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് തുടങ്ങിയ രീതിയിലേക്ക് നമ്മൾ ഈ പറയുന്ന മൈക്രോ ക്രിസ്റ്റലൈൻ സെല്ലുലോസ് യൂസ് ചെയ്യുന്നുണ്ട്. ഇതൊരു ഇൻസോലുബിൾ ആയിട്ടുള്ള ഒന്നാണ്. അതേണക്ക് തന്നെ സ്റ്റേബിൾ ആണ്. ഫുഡിലായാലും അതേപോലെ തന്നെ ഡ്രഗ് ഇൻഡസ്ട്രീസിലായാലും ഒക്കെ വളരെയധികം സേഫ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒന്നാണ് മൈക്രോ ക്രിസ്റ്റലൈൻ സെല്ലുലോസ്. ദെൻ മ്യൂസി റിവർ ആൻഡ് പൊല്യൂഷൻ റാങ്കിങ്. മ്യൂസി റിവർ ഹൈദരാബാദ് ത്രൂ ആണ് ഫ്ലോ ചെയ്യുന്നത്. ഇന്ത്യയുടെ വൺ ഓഫ് ദ മോസ്റ്റ് പൊല്യൂട്ടഡ് ആയിട്ടുള്ള റിവർ ആണ് ഈ പറയുന്ന മ്യൂസി. സോ ഈ ഒരു ഹൈ പൊല്യൂഷന്റെ പ്രധാനപ്പെട്ട റീസൺ എന്ന് പറയുന്നത് ഇൻഡസ്ട്രിയൽ വേസ്റ്റും തുടങ്ങിയ കാര്യങ്ങളൊക്കെ അതിലേക്ക് ഒഴുക്കി വിടുന്നത് കൊണ്ടാണ് മ്യൂസി റിവർ ഇത്രത്തോളം പൊല്യൂട്ടഡ് ആയിട്ട് നിൽക്കുന്നത്. ആൻഡ് മെയിൻസിന്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോൾ GS2ലും GS3ലും ഈ ഒരു എഡിറ്റോറിയൽ വളരെയധികം ഹെൽപ്ഫുൾ ആണ്. റെഗുലേറ്ററി ലാപ്സസ് ഇൻ ഇൻഡസ്ട്രിയൽ സേഫ്റ്റി ആൻഡ് ഡിസാസ്റ്റർ റെസ്പോൺസ് ഇൻ ഫാർമ സെക്ടർ, safety standards and global market implication for India's pharmaceutical export, impact of pharmaceutical pollution and weak zoning norms on public health. ഇത്രയും ടോപ്പിക്കൽ ഈ ഒരു എഡിറ്റോറിയൽ വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. ആൻഡ് നെക്സ്റ്റ് വൺ, വൈ ഇസ് മഹാരാഷ്ട്ര ഡിബേറ്റിംഗ് ഓവർ ഹിന്ദി? അതായത് മഹാരാഷ്ട്ര സ്റ്റേറ്റ് ഗവൺമെന്റ് പ്രൈമറി എഡ്യൂക്കേഷൻ ക്ലാസ്സുകളിൽ ഹിന്ദി തേർഡ് ലാംഗ്വേജ് ആയിട്ട് ഇമ്പോസ് ചെയ്തുകൊണ്ട് ഓർഡേഴ്സ് ഇറക്കിയിട്ടുണ്ടായിരുന്നു. പിന്നീട് പബ്ലിക് കൺസേൺസും കാര്യങ്ങളും ഒക്കെ കാരണം അവർ ആ ഒരു ഓർഡർ പിൻവലിക്കുകയും ചെയ്തു. എന്തുകൊണ്ടാണ് ലാംഗ്വേജ് ഇത്രത്തോളം ഒരു പൊളിറ്റിക്കൽ ടൂൾ ആയിട്ട് മാറുന്നത് എന്നുള്ളതാണ് ഈ ഒരു എഡിറ്റോറിയൽ നമുക്ക് ഉടനീളം കാണാൻ സാധിക്കുന്നത്. ഒരു ലാംഗ്വേജ് പോളിസി കോൺട്രവേഴ്സി തന്നെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. കാരണം ഒരു സ്റ്റേറ്റിൽ ലാംഗ്വേജ് ഇമ്പോസിഷൻ എന്ന രീതിയിൽ ഭയങ്കരമായിട്ട് ഒരു ലാംഗ്വേജിനെ പ്രൊമോട്ട് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ പബ്ലിക് കൺസേൺസും കാര്യങ്ങളും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. സോ മറാത്ത പൊളിറ്റിക്സിൽ തന്നെ ഈ ഒരു പോളിസി വളരെയധികം ചലനങ്ങൾ ഉണ്ടാക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സോ എത്രത്തോളം പബ്ലിക് പ്രഷർ കാരണം ഗവൺമെന്റ് അവരുടെ ഓർഡേഴ്സും കാര്യങ്ങളും ഒക്കെ പിൻവലിച്ചിട്ടുണ്ടായിരുന്നു. സോ ഈ ഒരു പബ്ലിക് പ്രഷറും കാര്യങ്ങളും ഒക്കെ ഫേസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഈ ഒരു 3 ലാംഗ്വേജ് പോളിസി എത്രത്തോളമാണ് സ്റ്റേറ്റ് ഗവൺമെന്റിന് ഹെൽപ്ഫുൾ ആവുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പഠിക്കാനായിട്ട് ഡോക്ടർ നരേന്ദ്ര ജാദവ് കമ്മിറ്റീനെ മഹാരാഷ്ട്ര സ്റ്റേറ്റ് ഗവൺമെന്റ് അപ്പോയിന്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായി. സോ പ്രിലിംസിന്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോൾ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയിലെ 3 ലാംഗ്വേജ് പോളിസി ഭയങ്കരധികം ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഈ 3 ലാംഗ്വേജ് പോളിസിയിൽ പറയുന്നത് 3 ലാംഗ്വേജസ് പഠിക്കുക, അതിൽ 2 എണ്ണം മസ്റ്റ് ആയിട്ടും ഇന്ത്യൻ ലാംഗ്വേജസ് ആയിരിക്കണം. അതേപോലെ തന്നെ ഒരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ലാംഗ്വേജ് ചോയ്സ് ഇവിടെ നമുക്ക് കിട്ടുകയും ചെയ്യുന്നുണ്ട്. ഒരു ലാംഗ്വേജും ഫോഴ്സ്ഫുള്ളി നമുക്ക് പഠിക്കേണ്ടതായിട്ടുള്ള ആവശ്യമില്ല. അതേപോലെ തന്നെ 5 to 8 വരെ നമുക്ക് ഈ പറയുന്ന മദർ ടങ്കിൽ അല്ലെങ്കിൽ ലോക്കൽ ലാംഗ്വേജിൽ പഠിക്കാനുള്ള അവസരവും നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയിൽ നമുക്ക് കിട്ടുന്നുണ്ട്. സോ ഈ പറഞ്ഞ സ്റ്റേറ്റ് ലാംഗ്വേജ് കമ്മിറ്റിയുടെ റോൾ എന്താണ്? അതായത് സ്കൂൾസിന് അവർക്ക് ഇഷ്ടമുള്ള ലാംഗ്വേജ് ചൂസ് ചെയ്യാനുള്ള അധികാരം ഈ പറഞ്ഞ സ്റ്റേറ്റ് ലാംഗ്വേജ് കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻസ് പ്രകാരമായിരിക്കും. അതേപോലെ തന്നെ ലോക്കൽ കൾച്ചറും നീഡ്സും ഒക്കെ അതിൽ റിഫ്ലക്ട് ചെയ്യുകയും വേണം.
ടെക്സ്റ്റ് ബുക്ക്, ടീച്ചർ ട്രെയിനിങ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യുന്നത് ഈ പറഞ്ഞ സ്റ്റേറ്റ് ലാംഗ്വേജ് കമ്മിറ്റിയാണ്. നെക്സ്റ്റ് ഡോക്ടർ നരേന്ദ്ര ജാദവ് പബ്ലിക് സർവീസ് റോൾസ്. ആരാണ് ഈ പറയുന്ന ഡോക്ടർ നരേന്ദ്ര ജാദവ്? അതായത് പ്ലാനിംഗ് കമ്മീഷന്റെ എക്സ് മെമ്പർ ആയിരുന്നു അദ്ദേഹം. അതേണക്ക് തന്നെ പുനെ യൂണിവേഴ്സിറ്റിയിലെ ഫോർമർ വൈസ് ചാൻസലറും ആയിരുന്നു. ഇന്ത്യയുടെ തന്നെ വൺ ഓഫ് ദ മോസ്റ്റ് എക്സലന്റ് ആയിട്ടുള്ള ഒരു എക്കോണമിസ്റ്റും പോളിസി എക്സ്പേർട്ടും ഒക്കെയാണ് ഡോക്ടർ നരേന്ദ്ര ജാദവ്. ആൻഡ് മെയിൻസിന്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോൾ GS2 ഈ ഒരു എഡിറ്റോറിയൽ വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഇംപ്ലിമെന്റേഷൻ ഓഫ് ചലഞ്ചസ് ഓഫ് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020 ആൻഡ് ഫെഡറൽ ഇഷ്യൂസ് ഇൻ എഡ്യൂക്കേഷൻ പോളിസി, ലാംഗ്വേജ് ആസ് എ കൾച്ചറൽ ആൻഡ് പൊളിറ്റിക്കൽ ഐഡന്റിറ്റി ഇൻ ഇന്ത്യസ് ഫെഡറൽ സ്ട്രക്ചർ, റോൾ ഓഫ് സിവിൽ സൊസൈറ്റി ആൻഡ് റീജിയണൽ പൊളിറ്റിക്സ് ഇൻ റെസിസ്റ്റിംഗ് ലിംഗ്വിസ്റ്റിക് സെൻട്രലൈസേഷൻ. ഇത്രയും ടോപ്പിക്കുകളിൽ ഈ ഒരു എഡിറ്റോറിയൽ വളരെയധികം ഹെൽപ്ഫുൾ ആണ്. ആൻഡ് ലാസ്റ്റ് വൺ, വാട്ട് ആർ ദ പ്രോസ് ആൻഡ് കോൺസ് ഓഫ് എംപ്ലോയ്മെന്റ് ലിങ്ക് ഇൻസെന്റീവ് സ്കീംസ്? അതായത് എന്താണ് എംപ്ലോയ്മെന്റ് ലിങ്ക്ഡ് ഇൻസെന്റീവ് സ്കീം, അതിന്റെ ഒബ്ജക്റ്റീവ്, പ്രോസ് ആൻഡ് കോൺസ് തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു എഡിറ്റോറിയൽ നോക്കുന്നത്. സോ എന്താണ് ഈ പറയുന്ന ELI സ്കീമിന്റെ ഒബ്ജക്റ്റീവ്? അതായത് അടുത്തൊരു 2 വർഷത്തിനുള്ളിൽ 2025-27 കാലഘട്ടത്തില് ഈ പറയുന്ന 3.5 crore ജോബ്സ് ക്രിയേറ്റ് ചെയ്യണം എന്നുള്ളതാണ് ELI സ്കീമിന്റെ മേജർ ഒബ്ജക്റ്റീവ്. EPFO ആണ് നോഡൽ ഏജൻസി ആയിട്ട് വർക്ക് ചെയ്യുന്നത്. അതേ കണക്ക് തന്നെ എംപ്ലോയീസിനും എംപ്ലോയേഴ്സിനും മാനുഫാക്ചറിംഗ് സെക്ടറിലുള്ള എംപ്ലോയീസിനും എംപ്ലോയേഴ്സിനും വേജ് ഇൻസെന്റീവ്സും കാര്യങ്ങളും ഒക്കെ ഓഫർ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. സോ എംപ്ലോയീസും അതേ കണക്ക് തന്നെ ഇൻഡസ്ട്രിയൽ ബോഡീസും ഒക്കെ ഈ ഒരു സ്കീമിനെ വളരെയധികം വെൽക്കം ചെയ്തപ്പോൾ ട്രേഡ് യൂണിയൻസ് പലപ്പോഴും ഇതിനെ ഒരു പ്രോ എംപ്ലോയർ സ്കീമായിട്ടും അതേ കണക്ക് തന്നെ EPFOയുടെ റോൾസിനെയും കാര്യങ്ങളും ഒക്കെ ക്വസ്റ്റ്യൻ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. സോ ഇതിൽ ഒരുപാട് കൺസേൺസും കാര്യങ്ങളും ഉണ്ട്. എങ്ങനെയാണ് ജോബ് ക്രിയേഷൻ കാര്യങ്ങള്, EPFO എങ്ങനെയാണ് ഇതിനൊരു റെഗുലേറ്ററി ബോഡി ആയിട്ട് വർക്ക് ചെയ്യുന്നത്, സോ ഡിമാൻഡ് ആൻഡ് പർച്ചേസിംഗ് പവർ കൺസേൺസിന് എങ്ങനെയായിരിക്കും ഇവര് കൂടുതൽ കുറച്ചും കൂടെ അഡ്രസ് ചെയ്യുക, കുറച്ചും കൂടി സ്ട്രക്ചറൽ റീഫോംസും കാര്യങ്ങളും ഒക്കെ EPFOയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവണം എന്നുള്ളതാണ് ഈ ഒരു എഡിറ്റോറിയൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്താണ് EPFOയുടെ റോള്? അതായത് പ്രോവിഡന്റ് ഫണ്ട്, പെൻഷൻസ്, വർക്കേഴ്സിന്റെ ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യുക, അതേണക്ക് തന്നെ സോഷ്യൽ സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യുക. ഓർഗനൈസ്ഡ് സെക്ടറിലുള്ള എംപ്ലോയേഴ്സിന് സോഷ്യൽ സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യുന്നതും ഈ പറഞ്ഞ EPFOയുടെ റോളാണ്. റിട്ടയർമെന്റ് സേവിങ്സും കാര്യങ്ങളും ഒക്കെ സേഫ് ഗാർഡ് ചെയ്യുന്നതും EPFO ആണ്. ദെൻ എന്താണ് ഈ പറഞ്ഞ ELI സ്കീം, അതിന്റെ ഒബ്ജക്റ്റീവ്സും പ്രൊവിഷൻസും എന്തൊക്കെയാണ്? അതായത് വളരെയധികം ഫോർമൽ ആയിട്ടുള്ള ജോബ്സ് ക്രിയേറ്റ് ചെയ്യുക, അതേപോലെ തന്നെ എംപ്ലോയേഴ്സിന് ഇൻസെന്റീവ്സും കാര്യങ്ങളും ഒക്കെ കൊടുക്കുക, എംപ്ലോയേഴ്സിനെയും ഒരുപോലെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളത് എംപ്ലോയ്മെന്റ് ലിങ്ക്ഡ് ഇൻസെന്റീവ് സ്കീമിന്റെ മറ്റൊരു പ്രത്യേകതയാണ്. ദെൻ എന്താണ് ഈ പറഞ്ഞ PLI, എന്താണ് ഈ പറഞ്ഞ ELI, ഇവ തമ്മിലുള്ള വ്യത്യാസം എന്താണ്? പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെന്റീവ് സ്കീംസ് അല്ലെങ്കിൽ PLI എന്ന് പറയുന്നത് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ സെയിൽസ് ഇൻക്രീസ് ചെയ്യാനുള്ള ഇൻസെന്റീവ്സും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും PLIയിലുള്ളത്. അതേസമയം എംപ്ലോയ്മെന്റ് ലിങ്ക്ഡ് ഇൻസെന്റീവ് സ്കീം ആണെങ്കിൽ പുതിയതായിട്ടുള്ള ജോബ് ക്രിയേഷനും മറ്റുമുള്ള ഇൻസെന്റീവ്സും കാര്യങ്ങളുമാണ്. PLI എന്ന് പറയുന്നത് മാനുഫാക്ചേഴ്സിനായിരിക്കും ടാർഗറ്റ് ചെയ്യുക. അതേസമയം ELI എന്ന് പറയുന്നത് എംപ്ലോയീസിനെയും ആയിരിക്കും ടാർഗറ്റ് ചെയ്യുക. ആൻഡ് മെയിൻസിന്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോൾ GS2ലും GS3ലും ഈ ഒരു എഡിറ്റോറിയൽ വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. കാരണം റോൾ ഓഫ് ഗവൺമെന്റ് സ്കീംസ് ഇൻ പ്രൊമോട്ടിംഗ് എംപ്ലോയ്മെന്റ് ജനറേഷൻ, എംപ്ലോയ്മെന്റ് ലിങ്ക്ഡ് ഇൻസെന്റീവ് സ്കീംസ് ആൻഡ് ദെയർ ഇമ്പാക്ട് ഓൺ ദ ലേബർ മാർക്കറ്റ്, challenges in MSME support and social security implementation. ഇത്രയും ടോപ്പിക്കല് ഈ ഒരു എഡിറ്റോറിയൽ വളരെയധികം ഹെൽപ്ഫുൾ ആണ്. സോ ഇന്നത്തെ ഈ ഒരു സെഷനിൽ നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എഡിറ്റോറിയൽസും കാര്യങ്ങളും ഒക്കെ കവർ ചെയ്തിട്ടുണ്ട്. മറ്റൊരു ന്യൂ സെഷനുമായിട്ട് നാളെ നമുക്ക് കണ്ടുമുട്ടാം. താങ്ക് യു.